എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഒരു അൺബോക്സിംഗ് വീഡിയോ. നിങ്ങളൊരു ബ്ലോഗിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു ഗാഡ്ജറ്റിൽ ഒന്നാണ് മൈക്ക്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബോയയുടെ BYM1 ലാവലർ മൈക്രോഫോൺ ആണ്. നമുക്കൊരു നല്ല മൈക്ക് കിട്ടുകയാണെങ്കിൽ 1500 തൊട്ട് തുടങ്ങണം ഓരോ ഷോപ്പുകൾ. പക്ഷെ അതേ ഒരു മൈക്ക് 759 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയാലോ. ഇതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1955 രൂപ. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്കിതിന്റെ പാക്കിംഗ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതിന്റെ സൈഡെല്ലാം കീറിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് തന്നെ ഒരാഴ്ചയായിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ആക്കി നോക്കിയില്ല. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആക്കി അകത്തെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനുള്ളിൽ കാണുന്ന ഈ ബോക്സിലും നമ്മൾ പുറത്തേണ്ട അതേ രീതിയിലുള്ള ഒരു പാക്കിങ്ങിലാണ്. ഒരു പ്രോപ്പർ രീതിയിൽ പാക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. നമുക്കെന്തായാലും അകത്ത് ഉള്ള മൈക്കിന് ഇങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനി അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോലൊരു ബോക്സാണ് നമുക്ക് മൈക്ക് കിട്ടുന്നത്. ഇതിന്റെ എല്ലാ സൈഡുകളും നോക്കിയാൽ കാണാം ലോഗോ നെയിമും ബ്രാൻഡിന്റെ നെയിമും എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇത് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഒരു ബ്ലാക്ക് കവറാണ്. കൂടാതെ തന്നെ മൈക്കിന്റെ യൂസർ മാനുവലും 1 വർഷം വാറണ്ടി നൽകുന്ന ഒരു വാറണ്ടി കാർഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാറണ്ടി കാർഡ് മാക്സിമം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അടുത്ത നമുക്ക് ഈ ബ്ലാക്ക് കവറിനുള്ളിൽ ഇതിന്റെ എല്ലാ ആക്സസറീസും ഉൾപ്പെടുന്ന ഒരു വൈറ്റ് കവറുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഇതാണ് ബോയ ലാവലർ മൈക്രോഫോൺ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ലെങ്ത് എത്രമാത്രം ഉണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം 3 മീറ്റർ ദൂരത്തിൽ ഇരിക്കുന്ന ക്യാമറയോ സ്മാർട്ട് ഫോണോ നമുക്ക് ഈസിയായി കണക്ട് ചെയ്ത് ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ഈ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിനി ഈ മൈക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ടൊരു കണക്ഷൻ മൊഡ്യൂളുണ്ട്. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ഏറ്റവും മെയിൻ പാർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി വെച്ച് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ താഴെ തന്നെ ഒരു ക്യാമറ മോഡ്, ഒരു സ്മാർട്ട് ഫോൺ മോഡെന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ക്യാമറയാണ് യൂസ് ചെയ്യുമെങ്കിൽ മുകളിലേക്കും, സ്മാർട്ട് ഫോൺ ആണെങ്കിൽ താഴേക്കും പ്രസ് ചെയ്ത് ആ മോഡ് ക്ലിയർ ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് ചെക്ക് ചെയ്താൽ ഇതിൽ നമ്മൾ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് വേണം നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബാറ്ററി ആക്സസറീസിൻ്റെ കവറിൽ നിന്ന് എടുത്ത് നമുക്കിത് കണക്ട് ചെയ്യാം. ഈ കവറിനുള്ളിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു കണക്റ്റഡ് ടൈപ്പ് പിന്നാണ്. അതായത് നമ്മളിപ്പോൾ മൈക്കിൽ ഇപ്പോൾ ഉള്ള ആ കണക്റ്റർ പിന്ന് ഏതെങ്കിലും കാരണവശാൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതുമായി കണക്ട് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. അടുത്തതായി നമുക്ക് ഈ മൈക്കിൽ കണക്ട് ചെയ്യാനുള്ള ബാറ്ററി എടുക്കാം. ബാറ്ററി നമ്മൾ ഈ മൈക്കിൽ ഇടുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം. അതായത് ചില ബാറ്ററികളിൽ ഒരു കോട്ടിംഗ് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ, അത് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡിവൈസിൽ ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കൂ. അടുത്തതായിട്ട് നമുക്ക് ടീഷർട്ടിലും ഷർട്ടിലും എല്ലാം കണക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ക്ലിപ്പുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ടീഷർട്ടിൽ കണക്ട് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഒരു സ്പോഞ്ചാണ്. അത് നമ്മൾ മൈക്കിന് മുകളിൽ വെച്ചിട്ട് വേണം നോയ്സ് ഇച്ചിരി കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അടുത്തതായി നമുക്ക് ഈ ബാറ്ററി ഇട്ട് കണക്ട് ചെയ്ത് നോക്കാം. അതിനായി ഇത് തിരിച്ച് ഊരിയെടുത്ത് കണക്ട് ചെയ്യാം. ഇവിടെ ഇട്ടിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനെ കുറിച്ച് സംസാരിക്കാം. അതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടൺ കൂടി കാണും. നമ്മൾ ഓൾറെഡി ഈ മൈക്ക് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം നോയ്സ് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ആ അഡ്വാൻസ്ഡ് മൈക്കിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ബിഗിനർ എന്ന നിലയിൽ ഈ മൈക്കായിരിക്കും നമുക്ക് കുറച്ചുകൂടി സൗകര്യം.
ഓക്കെ, നമ്മളിപ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ക്യാമറയുടെ മോഡിലേക്കാണോ അതോ സ്മാർട്ട് ഫോണിന്റെ മോഡിലേക്കാണോ ആക്ടിവേറ്റ് ആക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഓപ്ഷൻ സ്വിച്ച് ഉണ്ട്. അതായത് ക്യാമറയാണ് വേണ്ടതെങ്കിൽ ഇത് മുകളിലേക്ക് പ്രസ് ചെയ്യുക, സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഇത് താഴേക്ക് പ്രസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇവിടെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് സ്മാർട്ട് ഫോണിന്റെ മോഡിലേക്ക് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് മുമ്പേ നമ്മൾ കണ്ടത് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് മൈക്ക് ഓൺ ആക്കാതെയുള്ള വീഡിയോ ആണ്. ഇനി കാണിക്കാൻ പോകുന്ന അതേ ഫുൾ സ്പീഡിൽ മൈക്ക് ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം നോയ്സ് ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും വീഡിയോയും തമ്മിൽ. ഇപ്പൊ ഫാൻ ഫുൾ സ്പീഡിലാണ് കറങ്ങുന്നത്, മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രം നോയ്സിന്റെ ഡിഫറൻസ് രണ്ട് വീഡിയോയും തമ്മിലുണ്ടെന്ന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാൻ ഓഫ് ആക്കിയിട്ട് മൈക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഫാൻ ഓഫ് ആക്കി മൈക്ക് കണക്ട് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നോയ്സിന്റെ ഡിഫറൻസ് എന്താണ്. നല്ല രീതിയിൽ ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിലെന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു അടച്ച റൂമിൽ ഫാനും എ സി ഒന്നും ഓൺ ആക്കാതെ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വോയിസ് തന്നെ നമുക്ക് ലഭിക്കും. അതേസമയം നമ്മൾ വെളിയിൽ പോയി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നോയ്സും നല്ല ബഹളമുള്ള ഒരു കണ്ടീഷനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി കിട്ടാറില്ല. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് തന്നെ ശരിയാക്കേണ്ടി വരും. ഇനി ഈ ഒരു മൈക്ക് വെച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലെല്ലാം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വയർലെസ് മൈക്കിന് ഏകദേശം 2000 മുതലാണ് സ്റ്റാർട്ടിങ്, വയേർഡിന് 1500. പക്ഷെ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഈ മൈക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 756 രൂപയ്ക്കാണ്. അതിനിത് വെർത്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെർത്താണെന്നേ പറയും. കാര്യം നമ്മളിപ്പോ ക്യാമറ ഇച്ചിരി ദൂരെ ആയിരിക്കും, നമ്മൾ കുറച്ച് മാറി നിന്നായിരിക്കും. മാക്സിമം പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ലെങ്ത് കറക്റ്റ് ആവത്തില്ല. പക്ഷെ ഈ വയറിന് തന്നെ ഏകദേശം 3 മീറ്ററോളം ലെങ്ത് ഉണ്ട്. അതിനാൽ നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ നല്ല ദൂരത്തിലുള്ള വീഡിയോ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളുടെ പാവപ്പെട്ട ഇന്ത്യക്കാരൻ.